എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നീ പറയുന്നത് കേട്ടാ തോന്നും കോടതി എന്നെ വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ചു കഴിഞ്ഞുവെന്ന്. നിനക്ക് മിനിമം ഒരു 7 വർഷത്തെങ്കിലും ശിക്ഷ ഉറപ്പാക്കിയിട്ടാ നിധി ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന. മിനിമം 7 വർഷം. അത് കഴിഞ്ഞ് ചിലപ്പോ നീ എന്നെ തെരുവിൽ വെച്ച് കാണുമെന്ന് പറഞ്ഞത് ശരിയായിരിക്കാം. കാരണം അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മക്കളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ നിൽക്കുമ്പോഴായിരിക്കും നീ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അന്ന് ഗതികെട്ട ഒരവസ്ഥയില് നിനക്ക് വേണമെങ്കിൽ എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ പാത്രം കഴിക്കുന്ന പണി ഞാൻ തരപ്പെടുത്തി തരാം. എന്തായാലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരെ വിടാൻ കാണിക്കുന്ന നിന്റെ ഈ ഭാവനയുണ്ടല്ലോ, അത് അപാരം തന്നെയാണ് ശിവാനി. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ശിവാനി, എനിക്ക് വേണമെങ്കിൽ ആ ലക്ഷ്മി ഹോട്ടലിൽ വെച്ച് ഞാൻ എന്തിനത് ചെയ്തു എന്ന് വിളിച്ചു പറയാമായിരുന്നു. പ്രണവ് അപ്പ തന്നെ നിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തേനെ. പക്ഷേ അതൊരു 50-50 ചാൻസ് ആയി പോ. ആള് നീയല്ലേ, എന്തെങ്കിലും തരികിടി ഒപ്പിച്ച് നീ അതിൽ നിന്നും തലയൂരുമെന്ന് എനിക്ക് തോന്നി. നീ എനിക്ക് വിധിച്ചിരിക്കുന്നത് 7 വർഷമല്ലേ? എനിക്ക് അത്രയൊന്നും വേണ്ട, ഒരു 7 മണിക്കൂർ മതി. നീ കാത്തിരുന്നോ ശിവാനി, നിന്റെ കള്ളഗർഭം പൊളിച്ചടുക്കിയിരിക്കും ഞാൻ. എങ്ങനെ 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 ആ കൂട്ടിലകപ്പെട്ടിട്ടും സാറിന്റെ സിംഹം അകത്ത് കിടന്ന് ഗർജിക്കുകയാണല്ലോ സാറേ. കൊതിരെ കണ്ടെങ്കിൽ ശിവാനി പോയിക്കോ, ഇവളുടെ ഗർജനമൊക്കെ ഞാൻ തീർത്തോളാം. ലക്ഷ്മി ഹോട്ടലിൽ നടന്നത് നിനക്കുള്ള സെൻഡ് ഓഫ് പാർട്ടി ആയിരുന്നു കൂട്ടുകാരി. ഇനി നമുക്ക് 7 വർഷം കഴിഞ്ഞ് കാണാം. ശരി സർ, പോട്ടെ. ശരി. പാർട്ടി കഴിഞ്ഞാണോന്ന് അറിയില്ലല്ലോ. ഞാൻ ചെന്നില്ലെങ്കിൽ പ്രണവ് പിണങ്ങുകയും ചെയ്യും. വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ കൊടുക്കുന്നില്ല. അവൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അമ്മയാണല്ലോ. ഹലോ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. പാർട്ടി കഴിഞ്ഞില്ലല്ലോ, ഒരു 15 മിനിറ്റ് ഞാനെത്തും. പാർട്ടി കഴിഞ്ഞൊന്നുമില്ലല്ലോ, ഞാനിപ്പോ എത്താം. കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അവിടെ നിന്നാ മതി. പാർട്ടി ഒന്നും നടന്നില്ല മോനെ, എല്ലാം പോയി, ഒന്നും നടന്നില്ല. എന്തിനാ അമ്മ കരയുന്നത്? എന്താ പ്രശ്നം? എന്താ അമ്മേ, കാര്യം പറ. എന്തിനാ കരയുന്നേ? എടാ മോനെ, നിധിയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. അമ്മ എന്താ പറഞ്ഞത്? പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? അതേടാ മോനെ, ആ ഹോട്ടലിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. എന്തിന്? എന്താ പ്രശ്നം? എന്തിനാ നിധി അറസ്റ്റ് ചെയ്തോണ്ട് പോയത്? അത് പിന്നെ പാർട്ടി തുടങ്ങി കേക്ക് മുറിക്കുന്ന സമയത്ത് അത് സംഭവിച്ചത്. എന്തായി പറയുന്നേ? നിധി ശിവാനിക്ക് മയക്കുമരുന്ന് കൊടുത്തുന്നോ? എപ്പോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിധി അങ്ങനെ ഒന്നും ചെയ്യില്ല. നിധി മയക്കുമരുന്ന് കൊടുത്തു എന്നുള്ള സത്യം മോനെ. ഞാനും അതിന് കൂട്ടുനിന്നത്. പക്ഷെ ഞാനത് നിന്നോട് എങ്ങനെ പറയും? അമ്മ എന്തെങ്കിലും ഒന്ന് പറ. പോലീസ് പറയുന്നത് സത്യമാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. നിധി ഇപ്പൊ പോലീസ് സ്റ്റേഷനില. നീ വേഗം ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഇറക്കാൻ നോക്ക്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല.
ശരി, ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് പോട്ടെ. അമ്മ ഫോൺ വെക്കേ. ഹലോ ഹലോ, അതെ, എങ്ങോട്ടേ ചാടി കയറി പോന്നെ? സർ, നിധി എൻ്റെ ഭാര്യയാണ്. ഏത് നിധി? എന്ത് ഭാര്യ? അത് സർ, എൻ്റെ ഭാര്യ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. എനിക്ക് എസ് ഐ അദ്ദേഹത്തെ ഒന്ന് കാണണം. അതിന് ചാടി കയറിയാണോ പോകുന്നത്? സോറി സർ, ടെൻഷനിൽ പറ്റിപ്പോയതാ. ഞാനത് കയറി കണ്ടോട്ടെ പ്ലീസ്. ചെല്ല്, ബാക്കി അവിടെ കിട്ടും. അധിക നേരം അക്യൂസ്റ്റിനെ കസ്റ്റഡിയിൽ വെക്കുന്നത് സേഫ് അല്ല. സർ, പല ഭാഗത്തുനിന്നും കോൾ വരും. എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കാം. നമസ്കാരം സർ, ഞാൻ നിധിയുടെ ഹസ്ബൻഡ്. എന്താണ് സർ ഒഫൻസ്? എനിക്ക് നിധിയെ ഒന്ന് കാണണം. ഗൗതം, നിധി, ഗൗതം. ഹലോ ഹലോ, എങ്ങോട്ടായി പോകുന്നത്? സർ, അതെന്റെ ഭാര്യയാണ്. എനിക്കൊന്ന് സംസാരിക്കണം. അത് നിങ്ങളുടെ ഭാര്യയോ കാമുകയോ ആരോ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കസ്റ്റഡിയിലുള്ളൊരു പ്രതിയാ. വന്നു കയറി കണ്ടിട്ട് പോനെ. ഇത് കാഴ്ച ബംഗ്ലാവൊന്നുമല്ല. സർ, നിധി പാവ, ഒരു തെറ്റും ചെയ്യില്ല. അതിന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു പെണ്ണിന്റെ വയറ്റിലെ കുഞ്ഞുങ്ങളെ കൊല്ലാനായി ഇളനീരിൽ വിഷം കലർത്തി കൊടുക്കുന്നത് തെറ്റൊന്നുമല്ലല്ലോ. അതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുണ്യപ്രവൃത്തിയായി അംഗീകരിച്ച വിവരം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഗൗതം, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടിപ്പോരുത്, അറിയാലോ എന്റെ സ്വഭാവം. നിധി, സമാധാനപ്പെടും. സർ, നിധി എനിക്ക് നല്ല വിശ്വാസമാണ്. എനിക്ക് എൻ്റെ ഭാര്യ ജാമ്യത്തിലെടുക്കണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. സാറ് പറ. സംഗതി കൊലപാതക ശ്രമമാണ്, ഇരട്ടക്കൊല. സ്റ്റേഷൻ ജാമ്യമൊന്നും കിട്ടില്ല സാറേ. വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം. ശിവാനി എന്ന ഒരു പെണ്ണ് നല്ല വൃത്തിയായ ഒരു കേസ് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തിയതിന് ശേഷം തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിങ്ങളുടെ മുഖത്ത് ഇപ്പോഴും ഒരു അവിശ്വസനീയതയുണ്ട്. വേണമെങ്കിൽ ഇതും കൂടി കണ്ടോ. ഈ കരിക്ക് കച്ചവടക്കാരന് പണം കൊടുത്ത് സ്വാധീനിച്ചാണ് നിധി ശിവാനിക്ക് കുടിക്കാനുള്ള കരിക്കിൽ വിഷം കലർത്തി കൊടുത്ത് അവളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയത്.